1 വർഷമായി. അതിന് മുൻപ് ഞാൻ പ്രാർത്ഥനയ്ക്ക് ഈ കൂട്ടായ്മ കൂടിയിട്ടുണ്ട്. ഞാനിങ്ങനെ പലയിടത്തും ഓടി നടക്കുന്നൊരു സ്വഭാവം എനിക്കില്ല. ഇവിടെ വന്നപ്പോൾ എനിക്ക് ഏതോ ഒരു പരിശുദ്ധാത്മാവിൻ്റെ നല്ല അരൂപി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളത് എനിക്കറിയാം. ഇവിടെ വരുന്ന ബ്രദർമാരും അച്ഛന്മാരും ഒക്കെ ഓരോ പ്രാർത്ഥിക്കുകയും എടുക്കുകയും ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾക്ക് വിടുതലുണ്ട്. 10-27 വർഷം മുൻപുള്ള ഓരോ കാര്യം ഇപ്പം ഈ തോമസ് ബ്രദർ ഇവിടെ വന്ന് പ്രാർത്ഥനയോടുകൂടി അത് വെളിപ്പെടാൻ സാധിച്ചു. അങ്ങനെ ഞങ്ങൾക്ക് ഓരോ ഭാരങ്ങളും രോഗങ്ങളും ഒക്കെ വരുമ്പോഴൊക്കെ ഞാൻ വിളിച്ച് പറയുമ്പോഴൊക്കെ ഇവിടെ വന്ന് പറയുമ്പോഴൊക്കെ എനിക്ക് അതിന് സൗഖ്യം കിട്ടുന്നുണ്ട്. ഈ കഴിഞ്ഞയിടെ എൻ്റെ ഭർത്താവിന് ട്യൂബിട്ട് ഒരാഴ്ചയോളം മെഡിക്കൽ കോളേജ് ആശുപത്രി കൊണ്ട് നടക്കുമായിരുന്നു. അത് കഴിഞ്ഞേച്ചു പിന്നെ വീട്ടിൽ വന്നപ്പോഴും പെട്ടെന്ന് കൂടുതലായി മൂത്രം പോയി വരാത്ത വലിയ പ്രശ്നങ്ങളായിരുന്നു. അപ്പോഴും ഞാനിങ്ങനെ ഈ ബ്രദറിനോട് വിളിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. ഇവിടെ അച്ചായനോട് പറഞ്ഞു, എല്ലാവരോടും ഇവിടുത്തെ നമ്മുടെ ജയൻ ബ്രദറിനെ വിളിച്ച് പറഞ്ഞു. പുള്ളി അവിടെ വന്ന് വീട്ടിൽ വരികയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യും. ഞങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് ഒത്തിരി സമാധാനവും സന്തോഷവും. എൻ്റെ ഹൃദയത്തിൽ വർഷങ്ങളോളം കെട്ടിക്കിടക്കുന്ന ഒരു പ്രശ്നങ്ങളുണ്ട്. എൻ്റെ ആരോടും ആ രഹസ്യം ആരോടും പറയാൻ മേലാത്ത ഒരു രഹസ്യങ്ങളൊക്കെ കിടപ്പുണ്ടായിരുന്നു. അതെൻ്റെ വീട്ടിലെ ഓരോ കുഴപ്പങ്ങളും കൊണ്ടായിരുന്നു. അതെല്ലാം എനിക്ക് വെളിപ്പെടാനും അതിനുവേണ്ടി എനിക്ക് പ്രാർത്ഥിക്കാനും ദൈവം എന്നെ അനുവദിച്ചു. പരിശുദ്ധാത്മാവിൻ്റെ അരിവാൻ എല്ലാം ഇപ്പം ഒരു സമാധാനവും സന്തോഷവും. എൻ്റെ മോനാണ് മദ്യം കഴിച്ചിട്ട് ഇപ്പോൾ ഒരാഴ്ചയോളായി. മദ്യം കഴിച്ചുകൊണ്ട് വന്ന ഞങ്ങൾക്ക് ഒരു സ്വസ്ഥതയില്ല, ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയില്ല. ഞാൻ ചെന്ന് അച്ചായനോട് പറയും, കേട്ടോ അവരാണ്ട് കിടന്ന് ഒച്ച വെക്കുന്നു, എന്തെങ്കിലും നീ നിൻ്റെ കാര്യം എന്നാണ് നോക്കാൻ പറയും. എന്നാലും ഞാനിരുന്നുകൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലുമ്പം ഒരു ആ ഇളകി വരുന്ന ശക്തിക്ക് ഒത്തിരി മാറ്റമുണ്ട്. എനിക്ക് ഒത്തിരി അനുഭവങ്ങളുണ്ട്. ഇവിടെ വന്നിട്ട് ഞാൻ ഒത്തിരി പേരെ ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. അവരോടെല്ലാം വിളിച്ച് പറയുന്നുണ്ട്. അവരെ കൊച്ചുമകൻ്റെ ജോലിയുടെ കാര്യം മാസങ്ങൾക്ക് മുമ്പ് ഞാനിവിടെ ഒരു ജോലിക്ക് എഴുതി വെച്ചായിരുന്നു. അവനതൊരു ജോലി ഇപ്പം തരപ്പെട്ട് വന്നിട്ടുണ്ട്. നമുക്ക് സ്ഥിരമായിട്ട് അത് ആയോ ഇല്ലയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവനുമായിട്ട് ഞാൻ ഒത്തിരി സംസാരിച്ചില്ല. ഞാൻ വേറൊരാളുമായിട്ട് സംസാരിച്ചപ്പം ആ ആൾ കുറേ കാര്യങ്ങളൊക്കെ എന്നോട് വെളിപ്പെടുത്തി. അതുകൊണ്ട് ഞങ്ങൾ സമാധാനത്തിൽ നിൽക്കുന്നത്. അതൊരു റിസ്ക് പിടിച്ച ജോലിയാണ്. അതുകൊണ്ടുള്ള വേദന ഞങ്ങൾക്ക് കുടുംബത്തിന് എല്ലാവർക്കും ഉണ്ട്. എന്നാൽ അത് പൂർണ്ണമായും മുന്നോട്ട് ചെയ്യാൻ അവന് തൻ്റെ ഉണ്ടെന്നുള്ളത് ഇന്നലെ അവൻ്റെ സംസാരത്തിൽ കൂടി എനിക്ക് മനസ്സിലായി. അവനത് ചെയ്യാനുള്ള ആഗ്രഹമുണ്ടെന്നുള്ളത്. അപ്പം പൂർണ്ണമായിട്ടും അതിനെ പറ്റി ഞാൻ പറഞ്ഞത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോരെ ഞാൻ ഈ സാക്ഷി വെളിപ്പെടുത്താനെന്ന് ചോദിച്ചത്. കൊച്ചു അതായത് എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്, എല്ലാ മേഖലകളും ശരിയായി തുടങ്ങിയിട്ട് ബ്രദറെ, ഒരു കാരണവശാലും പക്ഷേ കൊച്ചുമകന് ജോലിയൊന്നും തരക്കേടാവണില്ല, നല്ലൊരു ജോലി കിട്ടണില്ല എന്ന് പറഞ്ഞു. വന്ന് എൻ്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിച്ചു, പ്രാർത്ഥന പേടിച്ചു, കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ നല്ലൊരു ജോലിക്ക് കയറാനായിട്ട് ഇടയായി. അതിൻ്റെ സാക്ഷിയാണ് ഇപ്പോൾ സഹോദരി പറഞ്ഞത്. എന്തായാലും ദൈവത്തിന് നന്ദി.